കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CRPC 125 മെയിൻ്റനൻസും അതുപോലെ തന്നെ CRPC അണ്ടർ സെക്ഷൻ 340 പെർജുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2023 ഡിസംബർ 15 വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ്റനൻസ് അണ്ടർ സെക്ഷൻ 125 CRPC കാൺ ബി ഡിസൈഡഡ് വിത്തൗട്ട് ഡിസൈഡിങ് ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 340 CRPC പെർജുറി എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭാര്യ ഭർത്താവിന് എതിരെ മെയിൻ്റനൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് CRPC അണ്ടർ സെക്ഷൻ 125 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുകയും അതിനെ തുടർന്ന് ഭർത്താവ് CRPC അണ്ടർ സെക്ഷൻ 340 പെർജുറി പ്രകാരം ഒരു കേസ് ഭാര്യയ്ക്കെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 340 പ്രകാരമുള്ള കേസിൽ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ CRPC 125 മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് കേസിൻ്റെ മറ്റു കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹൈക്കോർട്ട് റൂൾഡ് ദാറ്റ് എ മെയിൻ്റനൻസ് ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 125 CRPC കാൺ ബി ഡിസൈഡഡ് വൈൽ ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 340 CRPC ഈസ് സ്റ്റിൽ പെൻഡിങ് എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 340 CRPC പ്രകാരമുള്ള അപേക്ഷ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാത്തതിനാൽ സെക്ഷൻ 125 CRPC പ്രകാരമുള്ള ഒരു മെയിൻ്റനൻസ് അപേക്ഷ തീർപ്പ് കൽപ്പിക്കാനാവില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കെതിരെ ഒരു CRPC 125 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുന്നു. നിങ്ങൾ ഭാര്യയ്ക്കെതിരെ 340 CRPC പെർജുറി പ്രകാരം കേസ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർജുറി പ്രകാരമുള്ള കേസിൽ പറയുന്ന കാര്യങ്ങളെ ക്ലിയർ ആക്കി അതിലൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമാണ് CRPC 125 പ്രകാരമുള്ള കേസിൽ ഡിസിഷനിലേക്ക് പോകുവാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കോടതി പറയുന്നത്. കാരണം പലപ്പോഴും ഭർത്താക്കന്മാരുടെ വരുമാനങ്ങളൊക്കെ വളരെയധികം കൂട്ടി എഴുതിക്കൊണ്ട് ഒരു ലോജിക്കുമില്ലാത്ത എന്താ പറയുക മെയിൻ്റനൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യമാർ സാധാരണ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാറുള്ളത്. എന്ന് മാത്രമല്ല അതിൽ പറയുന്ന പല കാര്യങ്ങളും എന്ത് തന്നെയായിരിക്കും, നുണ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ പറയുന്ന കാര്യങ്ങൾ നുണയാണ് എന്ന് ഉറപ്പുള്ള ഭർത്താക്കന്മാർക്ക് ഈ ഒരു സെക്ഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പോയിന്റ് നോക്കാം. ദ ഹൈക്കോർട്ട് വാസ് ഹിയറിംഗ് എ ക്രിമിനൽ റിവിഷൻ ചാലഞ്ചിങ് എ മെയിൻ്റനൻസ് ഓർഡർ പാസ്ഡ് ബൈ ഫാമിലി കോർട്ട് ഡേറ്റഡ് ജൂൺ 2023. ഇതുണ്ടായിട്ടുള്ളത് ഫാമിലി കോടതി ജൂൺ 2023 പാസ്സാക്കിയിട്ടുള്ള ഒരു വിധിക്ക് എതിരെ ഇയാൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രിമിനൽ റിവിഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തപ്പോഴാണ് ഇതുപോലത്തെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. The application filed by the wife under section 125 was allowed and the husband was directed to pay maintenance. അപ്പോൾ ഭാര്യ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യ ചെയ്തെത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 5000 രൂപ മെയിൻ്റനൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാമിലി കോടതിയിലേക്ക് പോവുകയും ഫാമിലി കോടതി അത് അനുവദിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുവദിച്ച് കൊടുത്തിട്ട് ഭർത്താവ് എന്താ പറഞ്ഞതെന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ ഒരു നടപടിക്രമമല്ല, അതിൽ കുറേ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിമിനൽ റിവിഷനാണ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. മാത്രമല്ല ഫാമിലി കോടതിയുടെ ഈ ഉത്തരവിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു. കൂടാതെ ഭാര്യയ്ക്ക് ജോലിയുള്ള കാര്യവും അദ്ദേഹം ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. ഓക്കെ, സോ ദ ഹസ്ബൻഡ് ഹാഡ് ചാലഞ്ച്ഡ് ദിസ് ഓർഡർ ഇൻ ദി ഹൈക്കോർട്ട് arguing that his estranged wife had submitted a false affidavit. ഈ ഫോൾസ് അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ അതിൽ തെറ്റായ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ
അത് വലിയൊരു കുറ്റകൃത്യമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ ഫോൾസ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റിംഗ് ദാറ്റ് ഷീ വാസ് എ ഹൗസ് വൈഫ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും എന്തുണ്ട്, അത് അവർക്ക് ജോലി ഉണ്ടായിരുന്നു. വേറാസ് ദ ഹസ്ബൻഡ് ഹാഡ് പ്ലേസ്ഡ് എവിഡൻസ്. അപ്പോൾ ഹൗസ് വൈഫാണെന്ന് ഭാര്യ പറഞ്ഞു, പക്ഷെ ഭാര്യയ്ക്ക് ജോലി ഉണ്ട് എന്നുള്ളത് ഭർത്താവ് കോടതിയിൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോടതിനെ ആരാണ് ഇവിടെ ചതിച്ചത്? ഭാര്യയല്ലേ. അപ്പോൾ കോടതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ മേടിക്കാനായിട്ട് ഭാര്യ ശ്രമിച്ചു. In March 2022, the husband had moved an application under Section 340 CRPC with a prior to initiate appropriate proceedings against the wife for giving a false affidavit before the court. അങ്ങനെ അദ്ദേഹം ഇത് കോർട്ടിലേക്ക് ഭാര്യ കൊടുത്തിട്ടുള്ള തെറ്റായ അഫിഡവിറ്റ് ആണ് എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോവുകയും അതിനെ തുടർന്ന് CRPC 340 പ്രകാരം പെർജുറി ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെർജുറി പ്രകാരം ഭാര്യയ്ക്ക് ജോലിയുണ്ടോ ഇല്ലയോ എന്ന് കോടതി ചെക്ക് ചെയ്തപ്പോൾ ഭാര്യയ്ക്ക് ജോലിയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് മെയിൻ്റനൻസ് എമൗണ്ടിൽ മാറ്റം വരുത്തുവാനായിട്ട് കോടതി ഉത്തരവെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതായത് ഭർത്താക്കന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കൂടുതൽ പണം തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ഭാര്യമാർക്കെതിരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയി ഭാര്യ കൊടുത്തിട്ടുള്ള കേസ് കള്ളക്കേസാണെന്ന് തെളിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഗുണകരമായ ഒരു സംഗതിയായിട്ട് മാറും എന്നത്